വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഗൈസ്. അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ വീണ്ടും അനിലേഷ് വ്ളോഗിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ജോബൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവ എന്നോട് ചോദിച്ച് പോയി അരി വയ്ക്കാൻ. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക. ആടാ നീ അരി കഴുകാൻ? കഴുകടാ അരി. പക്ഷെ സാധനങ്ങളൊന്നുമില്ല ഗൈസ്. ഗ്രോസറി എല്ലാം കഴിഞ്ഞിട്ട് ലൈക്ക് വീക്സ് ആയി. ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുറെ നാളായി ഷോപ്പിങ്ങിന് പോയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വാൾമാർട്ടിലാണ് ഷോപ്പിങ്ങിന് പോണത്. ഇവിടുത്തെ ഷോപ്പിംഗ് എങ്ങനെയെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആൻഡ് ഇതൊരു കംപ്ലീറ്റ് ഒരു ഷോപ്പിംഗ് ഡേ ആയിരിക്കും, ഗ്രോസറി ഒക്കെ. അങ്ങനെ ഇന്ന് കുറെ നാൾക്ക് ശേഷമുള്ള ഒരു ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഒന്നും വെക്കണില്ല. അല്ലെങ്കിലും നമ്മൾ ബഡ്ജറ്റ് ഒന്നും വെക്കാറില്ല. ഇന്നൊരു $500. നാട്ടിൽ എത്രയാടാ? നാട്ടില് 30,000. ഇന്ന് 30,000-നെങ്കിലും ഷോപ്പ് ചെയ്യാതെ നമ്മളിന്ന് പോകത്തില്ല. ഇല്ലടാ, നമ്മള് വാൾമാർട്ട് മൊത്തം ചുമ്മാ 500 ആവത്തില്ല. ശരിക്കും ഈ വാൾമാർട്ടിന്റെ വൺ ഡേയിലെ കച്ചവടം എന്തോരായിരിക്കും അല്ലെ? നീ അത് ആ കണക്കാണ് എടുക്കണത്. പിന്നെ ഉറപ്പായിട്ടും മില്യൺസ്, പിന്നെ മില്യൺസ് ആൻഡ് ബില്യൺസ് ഡോളേഴ്സ് ഒരു ഡേ തന്നെ. ഒരു എന്തായാലും അവർക്ക് ഒരു 50,000 കേടെങ്കിലും കിട്ടത്തില്ലേ? 50 മതിയോ? പോരാ, കൂടുതൽ പോരാ. ഒരു ദിവസം ഒരു സ്റ്റോറി ഈ പർട്ടിക്കുലർ സ്റ്റോർ ആണെങ്കിൽ ഇവിടെ ഒരു 50, 60 എനിക്ക് തോന്നുന്നു 100K ഒക്കെ സുഖമായിട്ട് അടിക്കും. ഇല്ലേ? 100K ഒക്കെ ഉള്ള ആൾക്കാരില്ലടാ അവിടെ. എന്തായാലും ഒരു US-ലൊക്കെ ചില സ്റ്റോർ ചിലപ്പോ അത്ര അടിക്കണം. US-ലൊക്കെ ചിലപ്പോ അടിക്കാം. ഇന്ത്യയിലും ചിലപ്പോ ഇന്ത്യയിൽ വാൾമാർട്ടില്ല, എന്റെ അറിവിലില്ല. ഇല്ല. അങ്ങനെ ഇവന്റെ വാക്കിംഗ് കേട്ട് പോയതാണ്, ഷോർട്ട് കട്ട് എടുത്താ. വഴി എവിടെയൊക്കെ തെറ്റിയെന്ന് തോന്നുന്നു. എടാ അത് തന്നെ, ഇതിന്റെ അപ്പുറത്തെ ബിൽഡിംഗ് ആണ് വാൾമാർട്ട്. അങ്ങനെ തെറ്റിയിട്ടില്ല. അനിലേഷ് വിജയിച്ചിരിക്കുന്നു. അല്ല, അയ്യോ 80-ലെങ്കിലും വന്ന് ചാടണ്ടേ. റോയൽ ബാങ്കിന്റെ അടുത്തല്ലേ? ആരും ഇല്ലാത്ത എന്താ? ഇവിടെ അല്ല, ഇത് മാളാണ്. ഇതേത് കാർ ഇങ്ങോട്ട് കയറി പറഞ്ഞ? വാൾമാർട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം റീസണബിൾ ആണ്. ലൈക്ക് നമുക്കൊരു നോർമൽ ഒരു ഗ്രോസറി കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും അത്ര വലിയ കുറവല്ല, എന്നാലും കുറച്ച് കുറവായിട്ട് ഇവിടെ നിന്ന് കിട്ടും. കാരണം ഇത് ഹോൾസെയിൽ. സോ എത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, ഇതാണ് ആ ഒരു എൻട്രൻസ്. ഒരു ആംബിയൻസ് ഇങ്ങനെ ഇരിക്കും. ഫുഡ് സ്റ്റോറേജ്, ഡിന്നർ വെയർ, അങ്ങനെ പല ഐറ്റംസും ഇവിടെ ഉണ്ട്. അങ്ങനെ പല സെക്ഷൻസ് ആണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങണമെങ്കിലും ഈ ഒരു ഒറ്റ ഷോപ്പിൽ വന്നാൽ മതി. ഏത് ഇന്ന് നമ്മൾ ഗോബി മഞ്ചൂരി ഡ്രൈ അല്ലേ? ഗോബി മഞ്ചൂരി ഡ്രൈ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. ഇവനെ വയ്ക്കാൻ അറിഞ്ഞൂടാ. അതിന് നമുക്ക് ക്യാപ്സിക്കം വേണം, സോയ് സോസ് വേണം. സോയ് സോസ് ഇല്ല, ക്യാപ്സിക്കവും ഇല്ല. സോ ഇത് രണ്ടും നമുക്ക് വാങ്ങേണ്ടി വരും. ഇതെടുത്തോ. ഇതൊക്കെ ആരെങ്കിലും ഇടുമോ അതിന്? നീ അനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുത്തിടല്ലേ? ഇതിടും ആണോ? കൺഫ്യൂഷൻ ആണ് ഏത് കളർ എടുക്കണമെന്ന്. പച്ചയുണ്ട്, റെഡ് ഉണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്. പച്ച എടുത്താ പോലെ. നമുക്ക് ഗോബി മഞ്ചൂരി എന്ന് പറയുമ്പം പച്ച മതി. വേണമെങ്കിൽ ഒരു കളർഫുൾ തന്നെയാണെങ്കിൽ റെഡും കൂടി എടുത്തോ. ഒരു പച്ചയും ഒരു റെഡ് പോരെ? അവര് പുറത്താക്കും കേട്ടോ.
അവിടെ പച്ച, നല്ല പച്ച നോക്കി എടുക്കുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സുമായിട്ട് കുറച്ച് എടുത്തോളൂ. നമുക്ക് ഇന്ന് പ്ലാൻ എന്ന് വെച്ചാൽ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനാണ്. ഇപ്പം നാട്ടിലെ 900 രൂപയാണ് ഈ ചിക്കന്. എടാ നിനക്ക് വേണോ അവിടെ ചിക്കൻ? ബാർ ചോക്ലേറ്റ് കേക്കാണിത്. ഇത് നൈസാണ്, പക്ഷെ ഇത്തവണ ഞാൻ ഇത് എടുക്കണില്ല. ഷുഗർ കട്ട് ചെയ്യാണ്. അല്ലടാ നീ ഷുഗർ കട്ട് ചെയ്യണില്ലേ? ഇല്ല ഗൈസ്, ഷുഗർ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. നല്ല ട്രൈ ചെയ്ത്, പക്ഷെ എങ്ങനെയെങ്കിലും ഷുഗർ അകത്ത് പോകും. അപ്പം ഇത്തവണ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചാണ്. ഇത്തവണ എന്തായാലും ഞാൻ ഷുഗർ കട്ട് ചെയ്തിരിക്കും. അങ്ങ് കാനഡയിൽ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടും. എല്ലാവർക്കും അറിയാലോ, വെക്കണ്ടേ? നാട്ടിലുള്ള എല്ലാം ഉണ്ട്. നാട്ടിൽ ഇല്ലാതായ പലതും ഇവിടെ ഉണ്ട്, അല്ലേടാ? കണ്ടോ, ജാപ്പനീസ്, കൊറിയൻ, അങ്ങനെ എല്ലാം ഉണ്ട്. അവിടെ ഇത് നീ കുടിച്ചിട്ടുണ്ടോ? വേണ്ട, ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുക്കണം എന്തിന്? ഈ തായ് ഹണി മാംഗോ ഇത് നൈസാണ്, പക്ഷേ വീണ്ടും ഞാൻ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാണ്. അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് ഷുഗർ കട്ട് ചെയ്യണം. ഇത് എൻ്റെ പ്രതിജ്ഞയാണ്, ഞാൻ എടുത്തിരിക്കും. ഇവനാണ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യണം. നീരജിന് കുളിക്കാൻ വേണ്ടി പുതിയ ടവലൊക്കെ മേടിച്ച് ഇന്നൊരു നീരജിന്റെ ഒരു ആറാട്ടുണ്ട് ഗൈസ്. ഇന്ന് നീരജ് ആറാട്ടത്തിലാണ്. എന്താ $78, വെറും $78. ലാസ്റ്റ് കസ്റ്റമേഴ്സും നമ്മളായിരുന്നു, അല്ലേടാ? അങ്ങനെ അത് അടച്ചിരിക്കുകയാണ് വാൾമാർട്ട്. ഇനി വീട്ടിൽ പോയി നമ്മൾ ഇത് ഉണ്ടാക്കണമെന്നുണ്ടോ ഇന്ന്? ഗോബി മഞ്ചൂരി ഉണ്ടാക്കാം. അവൻ DJ കളിക്കാണ് ഇവിടെ. നീ അനിത വയ്ക്കാൻ പറഞ്ഞ അനിത വയ്ക്കാണ്. വീട്ടിൽ എത്തിയിട്ടുണ്ട്. സ്ട്രൈറ്റ് കുക്കിങ്ങിലോട്ടാണ്. ഇതാവ അവിടെ കട്ട് ചെയ്യണുണ്ട്. 3 ടേബിൾ സ്പൂൺ കിട്ടിയില്ല, ഉള്ള സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇതെന്താന്ന് നിനക്ക് അറിഞ്ഞൂടെ? നാളേക്ക് 40 തൊട്ട് എടുത്തിട്ട് ഇതെന്താന്ന് അറിഞ്ഞു. മതിയോ? ഇത് മതിയാവോ അത്രയും? എന്തിന് നോക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ മെയിൻ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ഷെഫ് പിള്ളേക്ക് പറയാനുള്ളത്? അടിപൊളി. എന്റെ ക്രെഡിറ്റ് എല്ലാം ഇവ എടുത്തോണ്ട് പോയാണ്. സോ ഫൈനലി അങ്ങനെ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ആണ് നമ്മൾ ട്രൈ ചെയ്തത്, പക്ഷേ നമുക്ക് കറി രൂപത്തിലാണ് കിട്ടിയത്. അനിലേഷ നീ ട്രൈ നോക്കിയേ, ട്രൈ നോക്ക്. ഞാനോ? പിന്നെ ക്യാമറ ആര് പിടിക്കും? നീ മടിക്കാതെ ട്രൈ ചെയ്ത് നോക്കൂ. അനിലേഷ് ട്രൈ ചെയ്യാൻ പോവാണ്. എക്സ്പ്രഷനെ കിട്ടുവാണ്. ഇതാണ് അവിടെ നിന്റെ എക്സ്പ്രഷൻ. പറ, കൊള്ളാവോ? സത്യം പറ. ഒരു വായിക്ക് കൊണ്ടില്ല. അടിപൊളിയായിട്ട്. ഞാൻ രണ്ടാമത്തെ എടുക്കണം. ആണോ? അടിപൊളിയുണ്ട്.